മൈ യൂട്യൂബ് ചാനൽ 555 ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് ഒന്ന് നോക്കാം. ഈ വ്യക്തി നിങ്ങളോട് നിശബ്ദമായി ഇരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് ഈ വ്യക്തിയുടെ മനസ്സിലെ ഉദ്ദേശവും തീരുമാനങ്ങളും? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്കപ്പോൾ ഒരു ഫസ്റ്റ് തൊട്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങാം. ഈ പേഴ്സണെ നിങ്ങളോടുള്ള ട്രൂ ഇന്റൻഷൻ, കറണ്ട് ഫീലിങ്സ്, ഫ്യൂച്ചർ എന്താണ്, തീരുമാനങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും തീരുമാനങ്ങളോ ചിന്തകളോ നിങ്ങളെക്കുറിച്ച് ഉണ്ടോ? ഈ പേഴ്സൺ നിശബ്ദമായിട്ടിരിക്കുന്നത് നിങ്ങളോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തൊക്കെയോ മനസ്സിൽ ലക്ഷ്യമിട്ടിട്ടാണോ ഈ പേഴ്സൺ ഇരിക്കുന്നത്? ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എസ്പെഷ്യലി പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമുക്കപ്പോൾ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. ഫസ്റ്റ് എനർജിനെ നമുക്ക് കിട്ടിയിട്ടുള്ളത് റിവേഴ്സ് ആണ്. അതായത് ഈ ഒരു കാർഡ്, ദിസ് കാർഡ് ആൻഡ് ഓൾസോ അതിൽ എഴുതിയിരിക്കുന്നത് ഡാർക്ക് തോട്ട്സ് ആണ്, കോൺഷ്യസ്നെസ് ആണ്. അപ്പോൾ ഈ പേഴ്സന്റെ ആ ഒരു, പക്ഷേ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. എന്താന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഡാർക്ക് തോട്ട്സ്, അതായത് നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളിൽ നിന്നും മോചനം നേടാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും ഒരു നെഗറ്റീവായിട്ട്, അതായത് ഇപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെ സംഭവിക്കാത്ത ഒരു എന്താ പറയാ, ഒരു റിലേഷൻഷിപ്പ് പോലും ഉണ്ടാവില്ല. നല്ല കാര്യങ്ങൾ സംഭവിക്കും, ചീത്ത കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയാ, ചീത്ത കാര്യങ്ങള്, ആ ഒരു ചീത്ത കാര്യങ്ങളിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ യാതൊരു കാരണവശാലും ആ ഒരു ഡാർക്ക് സോണിലേക്ക്, അതായത് നമ്മൾ ഓരോ മനുഷ്യരും ചിലപ്പോൾ കുറേ നാളത്തേക്ക്, ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ ആയിട്ട് ഒരു മുറിയിൽ തന്നെ ഇരുന്നൂന്ന് വരും. അതൊരു ഡിപ്രഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്നിനോടൊരു താല്പര്യമില്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. ഒരു ബ്രേക്ക്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ പേഴ്സൺ ഇത്രയും കാലം പോയിരുന്നത് എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് കിട്ടുന്നതോടുകൂടി അതിൻ്റെ ഒരു മോചനം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്നും എനർജിയിൽ നിന്നും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സൺ വിചാരിച്ചത് ഇത്തരം ഒരു സാഹചര്യത്തിൽ നിന്നും തനിക്ക് ഒരിക്കലും പുറത്തേക്ക് വരാൻ പറ്റില്ല എന്നാണ്. എന്നാൽ ഈ പേഴ്സണ് വളരെയധികം കോൺഫിഡൻസ് ലഭിക്കുന്ന രീതിയിൽ അതിനെ എനിക്ക് തോൽപ്പിക്കാൻ പറ്റും, എനിക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഗുഡ് ന്യൂസ് പോലെയാണ്. ഐ നീഡ് മോർ ടൈം ടു തിങ്ക് എന്നാണ്. ഒരുപാട് ഈ പേഴ്സൺ തിങ്ക് ചെയ്ത് കൂട്ടുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ട്, പോസിറ്റീവും വരുന്നുണ്ട്. പക്ഷെ ആ പോസിറ്റീവായിട്ടുള്ള എനർജി വളരെയധികം നെഗറ്റീവായിട്ടുള്ള എനർജി വളരെയധികം കുറച്ചെടുത്തിട്ട് പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് മുഴുവനുമായിട്ട് വരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ, കുറച്ച് സമയം വേണം എന്ന് ഈ പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്ലാരിറ്റിയാണ്. എനിക്ക് ചിന്തിക്കാൻ സമയം വേണം, എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്, അതൊക്കെയാണ് കാണിക്കുന്നത്. ആൻഡ് ജേണിയാണ്, അതായത് ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്തേക്ക് നേരിട്ട് വന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നൊക്കെ ഈ പേഴ്സണ് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നില്ല. അതായത് ഒരു യാത്ര ചെയ്യേണ്ടി വരാം,
കുറച്ചധികം യാത്ര ചെയ്തിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ജേണി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മേ ബി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരുപാട് ദൂരം നടന്നു വരേണ്ട അല്ലെങ്കിൽ യാത്ര ചെയ്തു വരേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് എത്ര ദൂരെയാണെങ്കിൽ പോലും ആ ദൂരമെല്ലാം താണ്ടിക്കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ചിലപ്പോൾ ഫോണിൽ കൂടെയോ മെസ്സേജിൽ കൂടെയോ ഒക്കെ പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഒരു തരത്തിലും അത് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് അത് നേരിട്ട് വന്ന് കോംപ്രമൈസ് ചെയ്യാൻ ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത്. ലേൺ ഫ്രം സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ള, അതായത് നിങ്ങളായിട്ടുള്ള എന്താ പറയാ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു സ്പിരിച്വൽ ജേർണി തന്നെയാണ്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് ആദ്യമൊക്കെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ ടോക്സിക് ആയിട്ട് തോന്നിയേക്കാം. അപ്പോൾ ടോക്സിക് ആയിട്ട് തോന്നിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇത് വെറുതെയാണ്, നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ വെറുതെയാണ്, നിങ്ങൾ നെഗറ്റീവാണ് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടാകാം, വിചാരിച്ചിട്ടുണ്ടാകാം. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു സ്പിരിച്വൽ സപ്പോർട്ട്, സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ആത്മീയപരമായിട്ടുള്ള പലതരത്തിലുള്ള എന്താ പറയാ ഒരു എക്സ്പീരിയൻസ്, അത് സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ആത്മീയപരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ട്. അനുഭവങ്ങൾ, ആത്മീയപരമായിട്ടുള്ള അനുഭവങ്ങൾ, അതിലൂടെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഈ വ്യക്തി ഓരോ അനുഭവങ്ങളിലൂടെ തിരിച്ചറിയുന്നു എന്നുള്ളത് മറ്റൊരു സത്യം കൂടി ആണ്. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ള തെറ്റുകൾ കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ പേഴ്സണേക്കാൾ എന്തുകൊണ്ടും നല്ലൊരു വ്യക്തി നിങ്ങൾ തന്നെയാണ് എന്ന് തന്നെ പറയാനാണ് ഈ പേഴ്സൺ ഇഷ്ടം. കാരണം ഈ വ്യക്തിക്ക് അങ്ങനെ പറയാനാണ് ഇഷ്ടം മാത്രമല്ല, അത് അനുഭവത്തിലൂടെയും കൂടിയാണ് ഈ പേഴ്സൺ അത് പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ പേഴ്സൺ ആണ് ഏറ്റവും കൂടുതൽ ഈ റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതും നശിപ്പിക്കാൻ നോക്കിയിട്ടുള്ളതും, അല്ലെങ്കിൽ പലപ്പോഴായിട്ട് നോ കോണ്ടാക്റ്റിലേക്കും ബ്രേക്കപ്പിലോട്ടൊക്കെ പോയിട്ടുള്ളതും, ചിലപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകാൻ നോക്കിയിട്ടുള്ളതും ഒക്കെ ഈ പേഴ്സൺ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തി തുറന്ന് സമ്മതിച്ച് തരികയാണ്, നിങ്ങളാണ് ബെറ്റർ, നിങ്ങൾ തന്നെയാണ് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെയാണ് പോസിറ്റീവ് ആയിട്ടുള്ള ആള് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ പറയുന്നത്. ടേക്ക് ആൻ ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നുണ്ട്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചും അതിനനുസരിച്ചിട്ടുള്ള ഒരു തീരുമാനവും കൂടി കൊണ്ടുവരാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും ഒരു സെപ്പറേഷനിലേക്ക് പോകുമ്പം അതിന് താല്പര്യം വരുന്ന ഒരു രീതി, അല്ലെങ്കിൽ ആ സെപ്പറേഷനിൽ നിന്നും ഞാൻ എന്ത് നേടി എന്നുള്ള ഒരു ചിന്തകൾ, അല്ലെങ്കിൽ ആ സെപ്പറേഷൻ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അകന്ന് നിന്നപ്പോൾ അതിൽ നിന്നും എന്താണ് തനിക്ക് നേട്ടങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് ഈ പേഴ്സണ് വന്നിട്ടുള്ളത്. അതായത് ഈ പേഴ്സൺ ചെയ്യുന്ന കാര്യത്തിൽ ഈ വ്യക്തിക്ക് എന്ത് ഗുണമാണുള്ളത്, എന്താണ് നഷ്ടം, എന്താണ് ലാഭം, ഇങ്ങനെ പോയിട്ട് എന്താ കാര്യം, ഈ ഒരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ, അതായത് ഒരു തീരുമാനം എടുക്കണം എന്നുള്ളൊരു ലെവലിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ നമുക്ക് പറയുകയാണെങ്കിൽ സെക്യൂരിറ്റി ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള, അതിപ്പോൾ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം, വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം. അപ്പോൾ അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ എന്താ പറയാ അത് ജമ്പ് ഔട്ട് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. ബിക്കോസ് അത് ജമ്പ് ഔട്ട് ചെയ്യാൻ, അതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് ചാടാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നു. അത് ഒരിക്കലും അഹങ്കാരം കൊണ്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ പോകാൻ കൊതിയായിട്ടും അല്ല. കാരണം സെക്യൂരിറ്റി വേണം, പ്രൈവസി വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ വ്യക്തി അത്രമാത്രം ഇമ്പോർട്ടൻസ് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പ്രണയത്തിലായി കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള എനർജീസ് വന്നു. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിന് നടക്കുന്നില്ല.
അപ്പോൾ മറ്റുള്ളവരുടെ ആ ഒരു കടന്നു കയറ്റം, ഓക്കെ, മറ്റുള്ളവരുടെ ആ ഒരു കടന്നു കയറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്ന ഒരവസ്ഥ, അത് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ വന്നിട്ടുള്ളത്. നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ വന്നിട്ടുള്ളത് അത് തന്നെയാണ്. അപ്പൊ അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ എൻഗേജ്മെന്റ് ആണ്. ഇവിടെ പലവരും ഇപ്പോൾ ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏത് കണക്ഷൻ ആണെങ്കിൽ പോലും യെസ്, ഇതൊരു ഹൈ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്ന ഒരു ലക്ഷണമായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ ഈ പേഴ്സൺ ആണെങ്കിൽ പോലും, നിങ്ങളുടെ ഈ വ്യക്തിയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും നിങ്ങളുമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക എന്നുള്ളൊരു മെന്റാലിറ്റിയാണ്. ബിക്കോസ് അതാണ് ഒരു ഫൈനലൈസിങ് ആയിട്ടുള്ള ഒരു എനർജി. അപ്പോൾ ആ എനർജിയിലേക്ക് എത്തി നോക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സിൻസിയറിറ്റി നിങ്ങളുടെ അടുത്ത് കാണിക്കണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ക്ലോസ് ഇല്ല. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് പറയുക, കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.